അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ ഇടവകയുടെയും പ്രധാന പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ വചനധ്യാന ദിവസത്തിൽ ഇപ്രകാരം നിൽക്കുവാൻ നീ കൃപ നൽകിയല്ലോ. വചനം പറയുവാനായിട്ട് നീ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ബലഹീനായ എന്നെയും ഇതിൽ സംബന്ധിക്കുന്ന ജനത്തെയും നിന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തോടെ നയിക്കണമേ. വചനത്തെ മനസ്സിലാക്കുക, വചനത്തെ പ്രസവിച്ച പരിശുദ്ധാത്മയെ അവിടുന്ന് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആദരണീയരായ വലിയ ശ്രേഷ്ഠ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹ വന്ദനം. പഴയ നിയമത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിൽ ഒന്നാണ് യോസേപ്പ്. ഈ യോസേപ്പ് ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് അദ്ദേഹം കാത്തിരുന്നത് വളരെ നീണ്ടൊരു കാലഘട്ടം. ഉൽപ്പത്തി പുസ്തകം 43-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം എത്തിയപ്പോഴാണ് അദ്ദേഹം കണ്ട സ്വപ്നം പൂവണിയുന്നത്. ഇതേപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരുന്ന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ പള്ളിയുടെ കൺവെൻഷനിൽ ഒരു ദിവസം എനിക്കൊന്ന് പ്രസംഗിക്കാം. നീണ്ട വർഷങ്ങളെടുത്തു. അച്ഛനായി 15 വർഷവും കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ആദ്യമായി എൻ്റെ ഇടവപ്പള്ളിയിൽ മാത്രമല്ല, ഈ മദ്രാസ് പട്ടണത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റിട്ടുള്ള ദൈവത്തിന്. പലപ്പോഴും നമ്മളിങ്ങനെ സ്വപ്നം കാണും. കുഞ്ഞുനാളിൽ ചില പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ഇങ്ങനെ പോകുന്ന പോക്കിൽ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ നമ്മളത് കൈവിടും. പക്ഷേ കുഞ്ഞുനാളിൽ നമ്മുടെ നിഷ്കളങ്കമായ മനസ്സിൽ ഉയരുന്ന പ്രാർത്ഥനകളും സ്വപ്നങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മളത് മറന്നാലും മറക്കാതെ അത് സൂക്ഷിച്ച് കാലസമ്പൂർണതയിൽ അത് നിറവേറ്റുന്നൊരു ദൈവമുണ്ട്. കാലസമ്പൂർണതയിൽ അത് നിറവേറ്റുന്നൊരു ദൈവമുണ്ട്. ഞാൻ അച്ഛനായി ആദ്യത്തെ വർഷം ഗീവറീസഗതായുടെ പെരുന്നാളിന് ഞാൻ ഇവിടെ കുർബാന എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു കൺവെൻഷന് പ്രസംഗിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഞാനങ്ങനെ വലിയ പ്രസംഗകനായിട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം അന്യനായ കുര്യനച്ചൻ ഇവിടെ വികാരിയായിരുന്ന സമയത്ത് അച്ഛൻ എഴുതി തന്ന ഒരു പ്രസംഗമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതാണ് ഞാൻ ഈ പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം. അന്ന് എനിക്ക് വളരെ ചെറുപ്പത്തിൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് വന്ന വൈദികരെല്ലാം തന്നെ എന്നെ നല്ലതുപോലെ കരുതി എനിക്ക് ഓരോ അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന 3 വൈദികരെയും ഞാൻ നന്ദിയോടെ ഓർക്കട്ടെ. ഞാൻ അച്ഛനായപ്പോൾ അന്ന് ഇവിടുത്തെ വികാരിയായിരുന്ന വേണ്ടതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്ന ആളാണ് അതിനായ സാധിച്ചത്. എൻ്റെ അപ്പൻ വേർപെട്ട് എൻ്റെ അപ്പനെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ തിരികെ കൊടുത്തിട്ട് ഇന്നേക്ക് കൃത്യം, അതായത് കല്ലുപാറ പള്ളിയിൽ അടക്കം നടത്തിയിട്ട് ഇന്നേക്ക് കൃത്യം 2 മാസം കഴിയുന്നു. അപ്പൻ്റെ അടക്കത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു വികാരി എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചെന്ന പന്നിനായ വിജയന്റെ പറ്റി. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പന്നിനായ അയൽക്കുഴിയിൽ അച്ഛൻ പട്ടമേറ്റ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ സഹായിക്കുവാൻ അച്ഛനോടൊപ്പം കുണ്ണൂരിലുണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യനാണ് ഞാൻ. അന്ന് മുതലുള്ള ഒരു സ്നേഹം. ഞാൻ പറഞ്ഞത് ഈ വൈദികരെ ഒന്നും എനിക്ക് മറക്കാൻ കഴിയുകയില്ല. ഇരിക്കുന്ന നിങ്ങളെ ഒന്നും എനിക്ക് മറക്കാൻ കഴിയുകയില്ല. ഇവിടുന്ന് മൺമറഞ്ഞു പോയവരെയും എനിക്ക് മറക്കാൻ കഴിയുകയില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വചന ശുശ്രൂഷ നടത്തുവാൻ. അത് ദൈവം ഇന്ന് സാധ്യമാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ പലപ്പോഴും എൻ്റെ മനസ്സിലൊരു സങ്കടം തോന്നിയിട്ടുണ്ട്.
അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ലൂക്കോസ് 4:24. ഒരു പ്രവാചകനും സ്വന്തം ദേശത്ത് അംഗീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ വചന ശുശ്രൂഷിക്കുന്നത് എനിക്ക് അവസരം ലഭിക്കാത്തതൊക്കെ ഞാൻ എൻ്റെ പൊട്ടബുദ്ധിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഏതായാലും ഇതായിരുന്നു തക്ക സമയം. ഈ ദിവസത്തിൽ ഇപ്രകാരം അവസരം ഒരുക്കി തന്ന വന്ദനായ വികാരിയച്ഛനോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വായിച്ച വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. ഇത് നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം. സ്വർണ്ണ വെള്ളിയാഴ്ച കാലം ചെയ്ത പുണ്യപിതാവായ സഖറിയാമോർ ദീപനാസിയോസ് തിരുമേനി ഈ പള്ളിയിൽ ഇരുന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം സ്വർണ്ണ വെള്ളിയാഴ്ചയെ കുറിച്ചായിരുന്നു. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ആ പിതാവ് സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പിതാവാണ് എന്നെ കൈപിടിച്ച് ഈ മദ്ബഹായിൽ ശുശ്രൂഷിക്കുവാനായിട്ട് കയറ്റിയത്. സഹോദരങ്ങളെ, സ്വർണ്ണ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യമോ അതിൻ്റെ സൂചനകളോ പറയുവാൻ അല്ല ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ വായിച്ച 10 വാക്യങ്ങളിൽ എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അതാണ് ഇന്നത്തെ ധ്യാനേന്ദ്രം. നീ ഞങ്ങളുടെ നേരെ നോക്കുക. Look at us. ഞങ്ങളെ നോക്കുക. ഇത്രയും വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു വാക്യം. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം, ധ്യാനിക്കാം. സഹോദരങ്ങൾ, ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വായിച്ചപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. 9-ാം മണി സമയത്ത്, സ്വർണ്ണ വെള്ളിയാഴ്ച 9-ാം മണി സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശീമോനും യോഹന്നാനും ഒരുമിച്ച് യെരൂശലേം ദേവാലയത്തിലേക്ക് പോയപ്പോൾ അമ്മയുടെ ഉദരം മുതലേ മുടന്തനായ ഒരു മനുഷ്യൻ ദൈവാലയത്തിന് പുറത്തിരുന്ന് ഭിക്ഷയാചിക്കുവാനായിട്ട് ചിലർ അവനെ ചുമന്നു കൊണ്ടുവന്ന് പുറത്തിങ്ങനെ ഇരുത്തുമായിരുന്നു. അവിടെ നിന്ന് ആ സ്റ്റോറി തുടങ്ങുകയാണ്. സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ കഥകളൊക്കെ അറിയാമെന്ന് ഞാൻ കരുതട്ടെ. ഇതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് ധ്യാനിക്കുവാനായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം എടുത്തു പോകണം. അതിൽ ഒന്നാണ് ലുക്ക് അറ്റ് us. ഞങ്ങളെ നീ ഒന്ന് നോക്കുക. പറഞ്ഞത് മറ്റാരുമല്ല, യോഹന്നാനും പത്രോസും കൂടിയിട്ടാണ്. ശീമോനും യോഹന്നാനും മുടന്തനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കുക. അവന്റെ മുഖത്ത് അന്നേരം ഒരു വലിയൊരു പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. അവൻ ഭിക്ഷയാചിക്കുവാനായിട്ടിരുന്നവനാണ്. ഭിക്ഷയാചിക്കുന്നവൻ ഓർത്തു അവരിലേക്ക് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും കൈ കൊടുത്തില്ല. പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ട കൃപ കൊടുത്തു. ഈ യോഹന്നാനും ശീമോനും ഒരുമിച്ച് പോയി എന്ന വേദപുസ്തകത്തിൽ എഴുതുമ്പോൾ ലൂക്കോസ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ ഇരുവരും ഒരുമിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഇതെന്താ ഈ ഒരുമിച്ച് പോയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു കാരണം കാണും. അത് മറ്റൊന്നുമല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയ 1-2 സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളുടെ താളുകളിൽ പറയുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറയാം. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യവും മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യവും. ഈ 2 വാക്യങ്ങളിലും ദൈവരാജ്യത്തിൽ വലത്തും ഇടത്തും ഞങ്ങളെ ഇരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പോയി യാക്കോബും യോഹന്നാനും ചോദിക്കുന്നതായ ഒരു സന്ദർഭമാണ്. യാക്കോബും യോഹന്നാനും പോയി കർത്താവിനോട് പറയുന്നുണ്ട്, നിന്റെ വലത്തും ഇടത്തും ഇരിക്കാനുള്ള ഭാഗ്യം, അവസരം ഞങ്ങൾക്ക് തരണം. വീണ്ടും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. ലൂക്കോസ് 9-ന്റെ 33-ാമത്തെ വാക്യത്തിൽ ശീമോൻ പത്രോസ് നമ്മുടെ കർത്താവിനോട് പറയുന്നുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. തേജസ്കരണത്തിന്റെ മലയിൽ ഇരിക്കുന്ന സമയത്ത് ശീമോൻ പത്രോസ് പറയാൻ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശീമോൻ പത്രോസ് കർത്താവിന്റെ അടുക്കൽ പോയി ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതിൽ
അസൂയ കൊണ്ടിട്ട് 46-ാമത്തെ വാക്യത്തിൽ അവരിൽ ആരാണ് വലിയവനെന്നൊരു ചിന്ത ശ്ലീഹന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. 33-ാമത്തെ വാക്യത്തിൽ നമുക്കിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂടാരമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കർത്താവിനെ പ്രീതി പിടിച്ചു പറ്റാൻ ശീമോൻ പത്രോസ് ശ്രമിച്ചപ്പോൾ മറ്റ് അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഉടനെ തന്നെ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. ആരാണ് തങ്ങളിൽ വലിയവൻ, ആരാണ് വലിയവൻ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉദിച്ചു. അവരെ അതിലേക്ക് നയിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ അത് കാണാനായിട്ട് കഴിയും. കർത്താവ് ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ നീ പാറയാവും, ഈ പാറമേൽ ഞാൻ ഒരു സഭയെ പണിയുമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിന്റെ താക്കോൽ ഇങ്ങനെ കൈ കിട്ടി എന്ന് കരുതിയപ്പോൾ ശ്ലീഹന്മാരിൽ മറ്റ് അപ്പോസ്തലന്മാരിൽ ഉടനെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ആരാണ് വലിയത്, ഇവരിൽ ആരാണ് വലിയതെന്നുള്ള ചിന്ത ഇവരുടെ മനസ്സിൽ വീണ്ടും ഉണ്ടായി. അപ്പോൾ 9-ാമത്തെ അധ്യായം ലൂക്കോസ് 9-ന്റെ-49-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വന്ന വലിയ ബീംബൊക്കെ ഇങ്ങനെ കർത്താവിന്റെ അടുക്കൽ പറയും, കർത്താവെ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഇങ്ങനെ ചില ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും ഞാൻ കണ്ടു. അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട്, വാക്ക് ശ്രദ്ധിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിലക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ അനുഗമിക്കും. എല്ലാവരും നമ്മുടെ ഒരു കൂട്ടത്തിലാകണം. എല്ലാവരും ഒന്നീ കത്തോലിക്കൻ പറയും കത്തോലിക്കന്റെ കൂട്ടത്തിൽ വേണം, ഓർത്തഡോക്സുകാരൻ പറയും ഓർത്തഡോക്സിൽ വന്നാലേ രക്ഷപ്പെടുത്തും, യാക്കോബായക്കാരൻ പറയും അവരുടെ കൂട്ടത്തിൽ പോയാലേ രക്ഷയുള്ളൂ. ഇതൊന്നും അല്ലാതെ വേറെയും കുറേ സമൂഹങ്ങൾ പറയും അവരുടെ എല്ലാ കൂട്ടത്തിൽ വന്നാലേ രക്ഷയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ കൂട്ടത്തിൽപ്പെടാത്ത ആളായതുകൊണ്ട് അവനെ അങ്ങ് വിലക്കി. കർത്താവ് ഉടനെ അവരെ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറും. അവരിൽ ആരാണ് വലിയവനെന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായി. പ്രത്യേകിച്ച് പത്രോസിനും യോഹന്നാനും ആ ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ കർത്താവ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേളയിൽ അവനെ നെഞ്ചോട് ചാരിയിരുന്നു എന്ന് വചനം പറയുന്നു. മറ്റാർക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് യോഹന്നാന് ഉണ്ടെന്ന് ഈ ലോകത്തോട് കാണിക്കാൻ. എന്നിട്ട് അത് എഴുതി വെച്ചത് ആരെന്നറിയാമോ? യോഹന്നാൻ തന്നെ എഴുതി വെച്ച. മറ്റൊരു സുവിശേഷകരും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. കാരണം യോഹന്നാൻ കർത്താവിന്റെ മാറിൽ ചാരിയിരിക്കാൻ തക്ക വിധത്തിലുള്ള സ്നേഹബന്ധമുണ്ടെന്ന് സെയിന്റ് മാത്യു ഓർ മാർക്ക് ഓർ ലൂക്ക് അവരാരും പറഞ്ഞില്ല. യോഹന്നാൻ തന്നെ പറഞ്ഞു വെച്ചു, കർത്താവിന്റെ മാറിൽ ചാരിയിരിക്കുന്ന ശിഷ്യൻ എന്താ, കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാൻ തന്നെ പറഞ്ഞു വെച്ചു. യേശുവിന്റെ മാറിൽ ചാരിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് യോഹന്നാനോട് പറയും, കൈ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആരാണ് അവനെ ഒറ്റിക്കൊടുക്കുന്നതെന്നൊന്ന് ചോദിച്ചേരും, ആരാണെന്ന് ഒറ്റിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചേരും. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കോൾഡ് വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും അതിന്റെ വേറൊരു തെളിവും കൂടിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസും യോഹന്നാനും കൂടി ഒരുമിച്ച് ഓടി കർത്താവിന്റെ കല്ലറയിലേക്ക് പോകുന്നു. പത്രോസും യോഹന്നാനും ഒരുമിച്ച് ഓടി കർത്താവിന്റെ കല്ലറയിലേക്ക് പോകുന്നു. അവിടെ യോഹന്നാൻ ആദ്യം ഓടിയെത്തി. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കും, കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാ മക്കളെ? ഏറ്റവും പ്രായം കുറഞ്ഞ ആരാന്നറിയാമോ? ഇപ്പോഴത്തെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പഠിച്ചത് യോഹന്നാനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആള് യോഹന്നാനാണ്. അപ്പോൾ ഏറ്റവും പ്രായമൊപ്പുള്ള ഒരാളിനെ കുറിച്ചും ഞങ്ങളുടെ കാലത്ത് സൺഡേ സ്കൂളിൽ പറയുമായിരുന്നു. നിങ്ങളുടെ സമയത്ത് പറയുന്നില്ലായിരിക്കാം. ഞങ്ങളുടെ കാലത്ത് പറയും. അത് ആരാണെന്ന് പറയുന്നത് അറിയാമോ? ശീമോൻ പത്രോസ് എന്ന് പറയും. അപ്പോൾ ശീമോൻ പത്രോസ് ഏറ്റവും പ്രായമൊപ്പുള്ള ആളും. ഞാൻ പിന്നെ ഇങ്ങോട്ട് ചോദിക്കാത്ത എന്നാന്നറിയാമോ? നിങ്ങൾ ഇവിടെ ഒന്നും അല്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അന്നും അല്ലെങ്കിലും എന്നെ പേടിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പത്രോസ് പ്രായമുള്ള ആളും യോഹന്നാൻ വളരെ ചെറുപ്പക്കാരനുമായിരുന്നു. മുമ്പേ ഓടി യോഹന്നാൻ കല്ലറയിലെത്തി. ഒരുമിച്ച് ഓടി തുടങ്ങിയവർ ഒരാളെ വിട്ടിട്ട് ഓടി മുമ്പേ പോയി. ഒരുമിച്ച് ഓടേണ്ടവർ ഒരുമിച്ച് പോകാതെ സ്വന്തം ഇഷ്ടത്തിന് മുമ്പേ ഓടി കല്ലറയിലെത്തി. എന്നിട്ട്
യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ പറയുക, യോഹന്നാൻ മുമ്പേ ഓടിയെത്തി, എന്നിട്ട് കല്ലറയിൽ ഇങ്ങനെ പ്രവേശിക്കാതെ ഇങ്ങനെ നിന്നു. പിന്നീട് പിറകേ ശിമോൻ പത്രോസ് വന്നു. ഇതുകൊണ്ട് രണ്ടും പിന്നെ പയ്യെ അകത്തോട്ട് കയറി. പക്ഷേ അവിടെ കുറെ കേത്താല ശിലകൾ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് അല്ലാതെ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. ഒരുമിച്ച് ഓടിയവർ സ്വന്തം കാര്യം നോക്കി പിറകെ ഒരുത്തൻ വരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ഒറ്റയ്ക്ക് ഓടി ജയിക്കാനായിട്ട്, ഒറ്റയ്ക്ക് ഓടി മുമ്പേ കാണാനായിട്ട് പോയപ്പോൾ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. കുറെ തുണികൾ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതായിട്ട് മാത്രം കണ്ടു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇതേപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കാണാനായിട്ട് മഗ്ദലന മറിയത്തിന്റെ നേതൃത്വത്തിൽ യോഹന്നായും ശലോമയും മറ്റേ മറിയയും അങ്ങനെ കുറച്ചു പേര് ഒരുമിച്ച് അവർ കല്ലറയിലേക്ക് പോയി. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവർ ഒരുമിച്ച് കല്ലറയിലേക്ക് പോയി. കല്ലറയുടെ അവിടെ എത്തി. അകത്താരെയും കണ്ടില്ല, പക്ഷെ കർത്താവിനെ അവർ കാണുന്നുണ്ട്. അതിങ്ങനെ കെന്ത നമസ്കാരത്തിന്റെ 3-ാം മണി നമസ്കാരത്തിൽ നമ്മളിങ്ങനെ പാടി പറയുന്നുമുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു തോട്ടക്കാരനെ പോലെയൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ വന്നു. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരേ മനസ്സോടെ കുറച്ച് സ്ത്രീകൾ കർത്താവിനെ കാണാനായിട്ട് പോയപ്പോൾ കർത്താവിനെ കണ്ടു. ഒരേ മനസ്സോടെ ഓടി പുറപ്പെട്ട ശീമോനും യോഹന്നാനും സ്വന്തം കാര്യം നോക്കി മുമ്പേ ഓടിയെത്തിയപ്പോൾ ഒരാളെ പിറകിലാക്കിക്കൊണ്ട് മുമ്പേ ഓടിയെത്തിയപ്പോൾ കുറച്ച് തുണിക്കഷ്ണങ്ങളല്ലാണ്ട് കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല പേരെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വയം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതം ഒരുമിച്ച് തുടങ്ങി. വിവാഹിതർ അവരുടെ ജീവിതം ഒരുമിച്ച് തുടങ്ങി. എന്നിട്ട് ഈ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ നിങ്ങൾ എങ്ങനെയാണ്? ഒരുമിച്ചാണോ പോകുന്നത്, അതോ ഒരാൾ മറ്റൊരാളുടെ കൈ വിട്ടിട്ടാണോ പോകുന്നത്? ഒരുമിച്ച് ഓടേണ്ടവർ കൈവിട്ടേച്ച് സ്വന്തം കാര്യം നോക്കി പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ എഫേസ്യ സഭയോട് കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോൾ എന്നോടില്ല. കുറഞ്ഞു പോകുന്നുണ്ട്. ജീവിതത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന സ്നേഹം അതിന് പിന്നീട് വരുമ്പോൾ നിനക്കുണ്ടോ? ഒരു ദേവാലയം ആരംഭിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു തീഷ്ണത. 45-ാമത്തെ പെരുന്നാളാണ്. എൻ്റെ വയസ്സ് കൂടിയാണ്. 45-ാമത്തെ പെരുന്നാളാണ്. ഈ പെരുന്നാൾ സമയത്ത് 1-ാമത്തെ പെരുന്നാളിന് ദാരിദ്ര്യം ഉണ്ടായിരിക്കാം, പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അന്നുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം, അന്നുണ്ടായിരുന്ന ഒരു സ്നേഹക്കൂട്ടായ്മയും ഇന്നുണ്ടോ എന്ന് ചിന്തിച്ചോ. ഒരുമിച്ച് ഓടി തുടങ്ങേണ്ടവർ, വരുന്നവരെ കൂട്ടത്തിൽ ചേർത്ത് ഒരുമിച്ച് കൈകോർത്ത് ഓടേണ്ടവർ ഒറ്റയ്ക്കായി ഓടാൻ ശ്രമിക്കുന്നതും ഒറ്റയ്ക്കായി നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതും എവിടെയൊക്കെയോ പാളിച്ചകൾ വരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നു, ശീമോനും യോഹന്നാനും ഒരുമിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ദൈവാലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ, ഒരേ മനസ്സോടുകൂടി പോയപ്പോൾ അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അപ്പോ ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ആ അത്ഭുതങ്ങൾക്കാണ് ഇന്ന് സാക്ഷിയാകാൻ പോകുന്നത്. നമ്മൾ മുടന്തനായവൻ പുറത്തിരുന്നു കൊണ്ട് സൗഖ്യത്തിന് വേണ്ടി കേഴുകയും, മുടന്തനായവനെ സൗഖ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരുമയുള്ള മനസ്സുണ്ടായിരിക്കണം. തേജസ്കരണ മലയിൽ നിന്നും താഴേക്കിറങ്ങി വന്ന ശീമോൻ പത്രോസ് മറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ചന്ദ്രരോഗം ബാധിച്ചവനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് അപ്പൻ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ഇവരെല്ലാം ഒറ്റ തിരിഞ്ഞ് നടന്നവരാണ്. അതുകൊണ്ടാണ് അവർ കർത്താവിനോട് പറയുന്നത്, ഗുരുവേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ രോഗം ബാധിച്ച മകന്റെ അപ്പൻ ഗുരുവിനോട്, അതായത് കർത്താവിനോട് പറയുന്നുണ്ട്, ഗുരുവേ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എന്റെ മകനെ കൊണ്ടുവന്നിട്ട് അവർക്ക് സൗഖ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഇനി എത്ര നാൾ കൂടി നിന്നെയൊക്കെ ഞാൻ സഹിക്കും?
ഇനി എത്ര നാൾ കൂടി ഞാൻ നിന്നെയൊക്കെ സഹിക്കും. എന്നാൽ ഉയർപ്പിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ച അപ്പോസ്തലന്മാർ രണ്ടാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായം, അതിന്റെ അവസാന വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. ഒരേ മനസ്സോടുകൂടെ അവർ പ്രാർത്ഥിക്കുകയും അപ്പമുറിക്കുകയും, ഏവ്കറിസ്തിയ എന്നുള്ള പദമാണ് ഷീത്തോ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുകയും ഏവ്കറിസ്തിയ അപ്പത്തിൽ നിന്ന്, അതായത് വിശുദ്ധ കുർബാന അപ്പത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ തുടർച്ചയായി മൂന്നാമത്തെ അധ്യായം ആരംഭത്തിൽ മുടന്തനായ മനുഷ്യന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പറയുക, നീ ഞങ്ങളെ നോക്ക്, നിനക്ക് തരുവാൻ എന്റെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഇല്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുവനെ എഴുന്നേൽപ്പിക്കാൻ തക്ക വിധത്തിൽ ഇവർക്ക് എവിടെ നിന്ന് ബലമുണ്ടായി? ചന്ദ്രരോഗം ബാധിച്ചവരെ സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത അപ്പോസ്തലന്മാർക്ക് മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുവാൻ എവിടെ നിന്നാ ശക്തി ഉണ്ടായത്? ആ ശക്തി അവരുടെ ഒരുമയും വിശുദ്ധ കുർബാനയിലുള്ള അവരുടെ സംസർഗവുമായിരുന്നു. വിശുദ്ധ കുർബാന വിട്ടുള്ള ഒരു സൗഖ്യവും ഇല്ല പ്രിയരെ. ഇന്ന് ആരംഭത്തിൽ വന്നിനായ എം പി ജേക്കബ് അച്ഛൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം കൺവെൻഷന് ഞാൻ രോഗബാധിതനായിരുന്നു, ജീവനിലേക്കോ മരണത്തിലേക്കോ എന്നറിയാൻ വയ്യാതെ നിന്നു എന്ന്. ഞാൻ വിശ്വസിക്കുന്നു നമ്മെ ഇന്ന് ഇപ്പോഴും ഈ ദേവാലയത്തെ നയിക്കുവാൻ അച്ഛനെ നയിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന ഒരുവൻ സ്വീകരിക്കും തോറും, വിശുദ്ധ കുർബാന ഒരുവൻ വിശ്വാസത്തോടുകൂടി അർപ്പിക്കും തോറും ആ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന കൃപയാണ് ഒരുവന്റെ സൗഖ്യം. അതുകൊണ്ടാണ് സെന്റ് ഇഗ്നേഷ്യസ് പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധം അത് വിശുദ്ധ കുർബാന മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധം അത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയെ ലാഘവത്തോടുകൂടെ സാധാരണ അപ്പം അടിച്ച് കഴിക്കുന്നത് പോലെ വന്ന് കഴിക്കരുത്. അതിനൊരു ഒരുക്കം ഉണ്ടായിരിക്കണം, അതിനൊരു സ്നേഹ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് 9ാം സമയത്ത് ഈ രണ്ട് അപ്പോസ്തലന്മാരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ദൈവാലയത്തിലേക്ക് പോയി എന്ന് വചനം പറയുന്നത്. പോയപ്പോൾ വാതിൽക്കൽ ഇതാ മുടന്തനായ ഒരുവൻ ഇരിക്കുന്നു. ഈ മുടന്തന്റെ പ്രത്യേകതയാണ് അമ്മയുടെ ഉദരം മുതലേ മുടന്തൻ. ചിലതൊക്കെ അങ്ങനെയൊക്കെയാ വേദോസ്തം പറഞ്ഞു വെക്കുന്നത്. അമ്മയുടെ ഉദരം മുതലേ അന്ധൻ, അങ്ങനെയൊക്കെയാ പറഞ്ഞു വെക്കുന്നത്. നിറയെ ഇടയ്ക്ക് കിട്ടിയതല്ല, പോളിയോ മരുന്ന് കൊടുക്കാത്തത് കൊണ്ട് മുടന്തനായി പോയതല്ല, മറിച്ച് അവൻ ജനിച്ചത് തന്നെ ഇങ്ങനെ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഏകദേശം 40 വയസ്സിന് മുകളിൽ അവന് പ്രായമുണ്ടായിരുന്നു. ആർക്ക? ഈ മുടന്തൻ. 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഉദാഹരണം വരാം, ഒരു 40-45 വയസ്സെന്ന് കുട്ടിക്കും ഒരു 5 വയസ്സ് വരെയൊക്കെ അപ്പനും അമ്മയൊക്കെ എടുത്തോണ്ട് നടന്നു കാണും. ഏകദേശം ഒന്ന് ശ്രമിച്ചു കാണും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ മനുഷ്യനെ അവന്റെ മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. അന്നത്തെ കാലഘട്ടം 21 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഇന്ന് സുഖസൗകര്യങ്ങളെല്ലാം വളർന്നു, മെഡിക്കൽ സയൻസ് വളർന്നു, എല്ലാ രോഗങ്ങൾക്കും മരുന്നുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പോലും പലപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ കോയമ്പത്തൂർ ആശ്രമത്തിൽ ട്രെയിൻ ഇറങ്ങി ഞാൻ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഓട്ടിസം ബാധിച്ച ഒരു കൊച്ച്, നല്ല സൈസ് ഉള്ളതാണ്, നല്ല സൈസാണ് കുഞ്ഞിന്, കുറഞ്ഞതൊരു 14-15 വയസ്സുണ്ട്. പക്ഷെ ആ അമ്മ ആ കൊച്ചിനെ എടുത്തോണ്ട് ആ ബസ്സിൽ കയറുന്നതും തിരിച്ച് അവനെ ഇറക്കിക്കൊണ്ട് പോകുന്നതും ഒക്കെ കണ്ടപ്പോൾ കണ്ടു തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത്രയും സൈസുള്ള ഒരു കുഞ്ഞിനെ എടുത്തു വെക്കാനുള്ള ആരോഗ്യമൊന്നും ആ അമ്മയ്ക്കില്ല, ആ അമ്മയ്ക്കില്ല. പക്ഷേ ആ കുഞ്ഞിനെ ആ അമ്മ പോറ്റുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. സഹോദരങ്ങൾ, അങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ട്, വഴിയിൽ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് 40 വർഷത്തോളമായി ഇവൻ ഇങ്ങനെ മുടന്തനായി കഴിയുകയാണ്. വചനത്തിൽ പറയുന്നു, ഭിക്ഷയാചിക്കുവാനായി, ദേവാലയത്തിൽ വരുന്നവരോട് ഭിക്ഷയാചിക്കുവാനായി ചിലർ അവനെ എടുത്തുകൊണ്ടുവന്ന് അവിടെ ഇരുത്തുമായിരുന്നു. എടുത്തുകൊണ്ടുവന്ന് ദേവാലയത്തിൽ ഉള്ളിൽ ഇരുത്തി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കഥ വേറെയായി.
കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായിട്ട്, സൗഖ്യത്തിനായിട്ട് എടുത്തിരുത്തി എന്ന് പറഞ്ഞാൽ കഥ മാറിപ്പോയാൽ. ഒരു തളർവാദ രോഗി കർത്താവോട് പറയുന്നില്ലേ, വെള്ളം കലങ്ങുമ്പോൾ അതിലേക്ക് പിടിച്ചിറക്കാൻ എനിക്കൊരാളില്ല കർത്താവേ, എന്നെ സൗഖ്യത്തിന്റെ കുളത്തിലേക്ക് ഇറക്കാൻ ഒരാളില്ല, കൈപിടിച്ചുയർത്താൻ, കൈപിടിച്ച് നയിക്കാൻ, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല എന്നുള്ള സങ്കടമാണ് ഇന്ന് ഈ ലോകത്തിൽ മുഴങ്ങി കേൾക്കുന്നത്. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ആളില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആളില്ലേ, ഞങ്ങളൊക്കെ എന്തിനായി കുപ്പായിട്ട് നടക്കുന്ന വെച്ചാ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാ ഈ കുപ്പായിട്ട് നടക്കുന്നേ എന്ന് പറയുന്ന ആളുകൾ ചോദിക്കും. പറഞ്ഞു വരാട്ടോ, അതിനുള്ള ഉത്തരമൊക്കെ തരാം. തളർവാദ രോഗി പറഞ്ഞു, ഗുരുവേ, ഈ വെള്ളത്തിലേക്ക് എന്നെ ഇറക്കാൻ ഒരാളെ പോലും ഇല്ല. വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്നവിടെ മുട്ട കിടക്കെടുത്ത് നടന്നോന്ന് പറഞ്ഞിട്ട് കർത്താവിനെ പറഞ്ഞു. ഈ ഉടന്ധനായ മനുഷ്യനെ കൊണ്ടുവന്ന് ദേവാലയത്തിന് പുറത്തിരുത്തിയിട്ട് ഭിക്ഷയാചിക്കാനായിട്ട് കൊണ്ടുവന്നു. എന്തായിരിക്കും ലക്ഷ്യം? ഒന്ന്, അവൻ എങ്ങനെയും ജീവിച്ചു കൊണ്ടുവന്ന രീതിക്കൊണ്ടാണോ? അവനെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ടാണോ? നമുക്കറിയാം, നമ്മളെല്ലാവരും ഭിക്ഷ കൊടുക്കുന്നവരൊക്കെയാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് കൊടുക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതിൽ നിന്ന് ഭയങ്കര അസോസിയേഷൻ വരെ ഉണ്ടെന്നാ പറയണേ. ഭയങ്കര അസോസിയേഷനാണ്. ഇവർക്ക് തന്നെ ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ട്. ഇവരുടെ കയ്യിലെ ആസ്തികളൊക്കെ കേട്ടാൽ നമ്മൾ കണ്ണു തള്ളിപ്പോകും. ഞാൻ പലപ്പോഴും ചെന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നു സഹോദര, എന്റെ കയ്യിൽ ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയേണ്ട അവസ്ഥകൾ വരെ വന്നിട്ടുണ്ട്. അതുപോലത്തെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ നമ്മളൊക്കെ കടന്നു പോകും. പക്ഷേ സുഭിക്ഷത്തിൽ ജീവിക്കുന്ന ആളുകൾ വേറെയുണ്ട്. ചുരുക്കത്തിൽ ഒരു മനുഷ്യനെ ദൈവാലയത്തിന് പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തി ഇറക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ജനം. കാരണം അവൻ എഴുന്നേൽക്കരുത്, അവൻ മുട്ടുമേൽ നിന്നാലേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നേടാനൊക്കത്തുള്ളൂ. വല്ലവന്റെ ഭിക്ഷപാത്രത്തിൽ കൈയിട്ട് വാരുന്നവരെന്നൊക്കെ നമ്മളിങ്ങനെ സാധാരണയായിട്ട് പറയും. അതുപോലെ ഒരു സംഭവമാണ്. ഇവരെ കൊണ്ടുവന്ന് ഭിക്ഷക്കിരുത്തിയിട്ട് തിരിച്ചു കൊണ്ടുപോകും. പിറ്റേ ദിവസം ചുമന്നുകൊണ്ടിരും. ഇവര് വെറുതെ കൊണ്ടുവരും നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ചുമന്നു കൊണ്ടുപോകുന്നവർ അതിന്റെ വീതം പറ്റാതിരിക്കുകയില്ല പ്രിയരെ. ഇവർ എഴുന്നേറ്റ് നിന്നാൽ അവരുടെ വരുമാനം നിൽക്കും. ഒരുവൻ മുട്ടിന്മേൽ ഇറക്കാതെ അവൻ എഴുന്നേറ്റ് നിന്ന് ഉപ്പുറ്റി ഊന്നി അവൻ എഴുന്നേറ്റ് നിന്നാൽ ഇവരുടെ വരുമാന മാർഗം നിന്നുപോകും. ഇന്ന് ഈ ലോകത്ത് സഭയും മതവും സമുദായവും രാഷ്ട്രീയവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ചില മനുഷ്യരെ മുട്ടിന്മേൽ ഇരുത്തി ഇറക്കാനായിട്ടിരിക്കുക. അവർ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ പല ജയിലുകളും. രാഷ്ട്രീയ നേതാക്കന്മാർ മനുഷ്യരെ കോമരങ്ങളാക്കി തീർന്നുകൊണ്ടിരിക്കുക. സഭാ നേതാക്കന്മാർ, സാമുദായിക നേതാക്കന്മാർ ജനങ്ങളെ കൊണ്ട് ജൈവിളികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത ജനം അവരിപ്പോഴും ജയ് വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് ജയ് വിളിക്കും, വേറൊരു ഭാഗത്ത് ചിലരെ മറക്കത്തിൽ എന്ന് പറയും. ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ശക്തി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തോറ്റുപോകുന്നത് ക്രിസ്തുവാ പ്രിയരെ. തോറ്റുപോകുന്നത് ക്രിസ്തുവാ. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ വിളിക്കപ്പെട്ടവർ സ്വന്തം പേരിന്, സ്വന്തം സ്ഥാനത്തിന് ജൈവിളികൾ നടത്തിക്കൊണ്ടിരുന്നാൽ യേശു ക്രിസ്തുവിനെ ആര് ജയ് വിളിക്കും? യേശു ക്രിസ്തുവിന്റെ നാമം ആര് പ്രഘോഷിക്കും? പ്രഘോഷിക്കേണ്ടവർ, സുവിശേഷം പറയേണ്ടവർ സാമുദായിക കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ സുവിശേഷമാകുന്നത് എങ്ങനെ? സുവിശേഷം പറയേണ്ടവർ പിരിവുകളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ സുവിശേഷമാകുന്നത് എങ്ങനെ? സുവിശേഷം പറയേണ്ടവർ ഈ സമുദായത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പറയാതെ മിണ്ടാതിരുന്നാൽ എങ്ങനെ സുവിശേഷമാകും? രാഷ്ട്ര നേതാവ്, ഒരു രാജ്യത്തെ നയിക്കേണ്ടവൻ, രാജ്യത്തിന്റെ ദാരിദ്ര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് പ്രസംഗിക്കേണ്ടതിന് പകരം ഈ രാജ്യത്തെ 10-60 വർഷം നയിച്ച ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അടിവേരുകൾ തോണ്ടിക്കൊണ്ടിരിക്കുക. അവരെങ്ങനെ പ്രധാനമന്ത്രിയാകുന്നത്? അവരെങ്ങനെ ഒരു നല്ല നേതാവാകാൻ കഴിയും? ഞാൻ താമസിക്കുന്നത് കല്ലുപാറയാണ്. ഒരു ജംഗ്ഷന്റെ അടുക്കലാണ് വീട്. ഇപ്പൊ ഇലക്ഷൻ ഇന്നായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്റെ ദൈവമാതാവെ എല്ലാ പാർട്ടിക്കാരും ആ ജംഗ്ഷനിൽ വന്ന് മീറ്റിംഗ്
ഒരു പാർട്ടിയും ആ പാർട്ടി ചെയ്തിട്ടുള്ള നന്മകൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല. എല്ലാ പാർട്ടിയും അപ്പുറത്തെ പാർട്ടിയുടെ കുറ്റങ്ങൾ എന്താണോ അത് മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നി ഒന്ന് പോയി അവരുടെ ബൈക്ക് എടുത്തിട്ട് നീ ചെയ്തു ഗുണമെന്താണെന്ന് പറയടാന്ന് പറയണം. പക്ഷെ എൻ്റെ അമ്മ പല പ്രാവശ്യം പറഞ്ഞില്ല, പൊന്നുമോനെ ഒന്നും വിട്ടിരിക്കരുത്, അടിയിറക്ക് മേടിക്കേണ്ടി വരുമെന്ന് പറയും. പക്ഷേ ഇതാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. സ്വന്തം നന്മകൾ പ്രസംഗിക്കാൻ അവർ കഴിയുന്നില്ല. ഒരു രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ അറിയാൻ വയ്യ. കാരണം പല ചെയ്തിട്ടുണ്ട്, ഉള്ളതെല്ലാം വിറ്റുപിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ ചെയ്യുന്നത്, വിറ്റുപിടിച്ചോണ്ടിരുന്നാൽ എങ്ങനെ നന്മ പറയാൻ കഴിയുന്നത്. എന്നിട്ട് നമ്മുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഒരു ലജ്ജയുമില്ലാണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മുമ്പേ പോയി നിൽക്കും. നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങളിൽ സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെട്ടപ്പോൾ, അവിടുത്തെ ദേവാലയങ്ങൾ കത്തിനശിച്ചപ്പോൾ വാതുറക്കാത്ത നേതൃത്വം പരിശുദ്ധാത്മ നിറവുള്ള നേതൃത്വമാകുന്നത് എങ്ങനെ? സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ പറയുക, മുട്ടിന്മേൽ ഇറക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കരുത്. ദൈവാലയത്തിന് പുറത്തിരുന്ന് ഇറക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കണം. അണികളെ മണ്ഡന്മാരാക്കുന്ന നേതാക്കന്മാർ ഈ ദേശത്തിന്റെയും സമുദായത്തിന്റെയും ശാപമാണ്. ജൈവിളികൾ നടത്താൻ മുട്ടിന്മേൽ നിൽക്കുന്ന മനുഷ്യരെ, അടിമകളെ നമുക്ക് വേണ്ടിയിരിക്കണം. ഇന്ന് പെരുന്നാളുകൾ പോലും ആഘോഷമായിട്ട് നടത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു മെഡ്രാസിലോട്ട് അത്രയും പൈശാചികമൊന്നും കയറിയിട്ടില്ലെന്ന് ഞാൻ കരുതട്ടെ. നാട്ടിലത്തെ പല പള്ളികളിലും പെരുന്നാളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് റാഫയ്ക്ക് ചെറുപ്പക്കാരും ആളുകൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടാൽ പെരുന്നാളിൽ നിൽക്കുമ്പോൾ എനിക്കറിയാൻ വയ്യ. ദേവാലയങ്ങൾ അലങ്കരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ DJ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് കാണിക്കത്തില്ലേ, അതുപോലെയായിരുന്നു പല ദേവാലയങ്ങളും. എന്നിട്ട് അത് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷമാക്കുക. പള്ളിക്കകത്ത് ദൈവകൃപയിൽ ഞാൻ ആവശ്യം കൈ അടിച്ചത് പാടിയാൽ വിലക്കിക്കൊണ്ടിരുന്നവർ പള്ളിക്കകത്ത് കാണിക്കുന്ന ബഹളങ്ങളും ഇന്ന് പുതിയ ഫാഷൻ ഇറങ്ങിയിട്ടുണ്ട്. പുതിയ ഫാഷൻ പാട്ട്, പിള്ളേരെ പാട്ടും ഡാൻസും പഠിപ്പിക്കുന്നത്. ഞാനും സൺഡേ സ്കൂൾ, എന്നെ ഒക്കെ സൺഡേ സ്കൂൾ OVPS പഠിപ്പിച്ച ആളാണ് സാമച്ചൻ. റോഡേ പള്ളിയുടെ ഹാളിൽ എഴുതാം OVS പഠിപ്പിച്ച അന്ന് കുപ്പായിട്ട് സെമിനാരി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വൈറലാകുക എന്ന് പറയണേ, എനിക്ക് അതിലേക്കൊക്കെ എന്താ അതിന്റെ അർത്ഥം പോലും എനിക്ക് ശരിക്കും പറയാൻ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറും മണ്ടനാണ്. ഇന്ന് കുപ്പായിട്ട് പള്ളിക്കകത്ത് ഡാൻസ്, അത് സാധാരണ ഡാൻസ് ഒന്നുമല്ല. DJ പാർട്ടിക്ക് കളിക്കുന്ന ഡാൻസുകൾ പള്ളിക്കകത്ത് കളിച്ചാൽ, അച്ഛന്മാർ കുപ്പായിട്ട് കളിച്ചാൽ എന്താ വരുന്നത്? ഞാൻ നല്ല ഒന്നാം ഡാൻസ് കളിച്ചു കിട്ടോ, പക്ഷെ കുപ്പായിട്ട് കളിക്കാൻ പോയിട്ടില്ല. കാരണം ഇത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ്, ഞാൻ കണ്ണീരൊഴുകി മേടിച്ചതാണ്. അവസാന സമയത്ത് എന്റെ കണ്ണീര് എന്താണെന്ന് അറിയാവുന്ന ഒരാളായിരിക്കും. ഞാൻ അത്രത്തോളം വേദന അനുഭവിച്ച് മേടിച്ചതാണ്. അതുകൊണ്ട് ഇത് ഇട്ടോണ്ട് തുള്ളാനല്ല, ഇതിട്ടോണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഇന്ന് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ, ചെറുപ്പക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ ഉപ്പായിട്ടുണ്ട് ഡാൻസ് കളിച്ചാൽ ഒക്കത്തുള്ളത് കരുതിക്കൊണ്ട് ദേവാലയത്തിനകത്തെ പ്രാർത്ഥനാ സ്ഥലങ്ങളെ കൂത്തുകൾ നടത്തുന്ന അരങ്ങുകളാക്കി തീർത്തുകൊണ്ട് ഫേസ്ബുക്കിൽ വൈറലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ ഈ ജനതയെ മുട്ടിന്മേൽ ഇറക്കുന്നവരാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിന് പുറത്തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവാലയത്തിൽ പുറത്തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പത്രോസും യോഹന്നാനും പറഞ്ഞു, നീ ഞങ്ങളെ നോക്ക്, നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുന്നു പറഞ്ഞിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് വാചനം പറയുന്നു. അവൻ സ്തുതിച്ചുകൊണ്ട് അവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ പള്ളിക്കുള്ളിൽ, ദേവാലയത്തിനുള്ളിലേക്ക് പോയി പള്ളിക്കുള്ളിൽ കൊണ്ടുവരുന്നതാണ് സുവിശേഷം. ദൈവാലയത്തിന് പുറത്ത് ഇപ്പോഴും കുറെ മനുഷ്യരുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ഈ പള്ളിയിലെ
ഞാൻ പറയുന്നത് ഈ സഭയ്ക്ക് പുറത്ത് അനേകായിരങ്ങളുണ്ട്. നമ്മൾ ഈയിടെ മാർത്തോമൻ സ്മൃതി സംഗമമൊക്കെ നടത്തി. വളരെ നല്ല കാര്യം. 21 നൂറ്റാണ്ടായി ഈ സഭ മലങ്കരയിൽ സ്ഥാപിതമായിട്ടെന്ന് ഈ ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞ് ആഘോഷിച്ചു. നല്ല കാര്യം. എന്നാൽ അതിന് മറുവശമൊന്നുമില്ല. 21 നൂറ്റാണ്ടായി ഈ സഭ മലങ്കരയിൽ സ്ഥാപിതമായി. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും മലയാളികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിയാട്ടോ എന്ന് സ്വയം ലോകത്തോട് വിളിച്ചു പറയുന്ന ലജ്ജാകരമായ പരിപാടി കൂടിയാണത്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ കല്ലെറിയും, അതെനിക്കറിയാം. യേശുക്രിസ്തു വന്നത് മലയാളികൾക്ക് വേണ്ടി മാത്രമാണെന്ന് നമ്മെ ആരാണ് ഈ തെറ്റിദ്ധരിപ്പിച്ചത്? മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ സുവിശേഷം പറയാൻ വന്നത് മലയാളികൾക്ക് വേണ്ടി മാത്രമാണെന്ന് ആരാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത്? സുവിശേഷം മലയാളികൾക്ക് വേണ്ടി മാത്രം ക്ലിപ്തപ്പെടുത്തിയത് ആരാണ്? ചില ബാങ്കുകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പിറകിൽ എഴുതി വെക്കുന്നില്ല, ലിമിറ്റഡ്, ക്ലിപ്തം. സുവിശേഷം മലയാളികൾക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തുവാൻ ആരാണ് നമുക്ക് അവകാശം തന്നത്? മലയാളികൾക്ക് പുറത്ത് ഞാൻ മഹാരാഷ്ട്രയിൽ ഇടയ്ക്ക് ഒരു കണ്ടീഷൻ ബേസിൽ ഞാൻ പോയി ശുശ്രൂഷിച്ചായിരുന്നു 3 വർഷത്തേക്ക്. അവിടെ മറാഠികളായ ആളുകളെ എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ സുവിശേഷം പറഞ്ഞ് പള്ളിക്കകത്ത് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നേതാക്കന്മാർ പലരും, അത് വെള്ളയിട്ടതാണോ ചുവപ്പിട്ടതാണോ കറുപ്പിട്ടതാണോ എന്നല്ല ഞാൻ പറയുന്നത്, ചില നേതാക്കന്മാർ പറഞ്ഞു, മറാഠികൾ കുളിക്കാത്ത നിരക്കാത്ത മനുഷ്യൻ അവരെയൊക്കെ പള്ളിക്കൊന്നും കൊണ്ടുവരുന്നത് ശരിയാവുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ ഇതിനെല്ലാം ബദലുണ്ടാക്കിയ ഒരു മഹാപുണ്യമായ മനുഷ്യനുണ്ട്, അൽവാരിസ് മാർ ജൂലിയോസ് ലിവൻ. പരിശുദ്ധനായ പരിമലമോ ഗ്രിഗോറിയോസ് ലിവൻ സുവിശേഷം മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ സകലർക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടുകൂടെ ഈ സഭയെ, ഈ വിശ്വാസത്തെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ ഇറങ്ങിത്തിരിച്ച പുണ്യപിതാക്കന്മാരാണ് പരിമലമോ ഗ്രിഗോറിയോസും അൽവാരിസ് മാർ ജൂലിയോസ് ലിവൻ. ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ മാമോദീസ കൊടുത്ത് സ്വീകരിച്ചു. എന്തേ? എവിടെയാണ്? അവിടെ ഇവിടെ ചില ചെറിയ കമ്മ്യൂണിറ്റീസ് ഉണ്ട് എന്ന് നമ്മളിങ്ങനെ അവകാശം പറയുന്നു. തമിഴ് കുർബാന മലയാളത്തിൽ എഴുതി വെച്ച് കാണാപ്പാടം പഠിച്ച് അത് ചൊല്ലിയാൽ അത് സുവിശേഷമാണ് നമ്മൾ എങ്ങനെ ധരിക്കുന്നു? എങ്ങനെ ധരിക്കുന്നു? വിജാതീയരായ മനുഷ്യരുടെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ദൈവാലയത്തിന് പുറത്ത് മുട്ടിന്മേൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതിരിക്കുന്ന മനുഷ്യരെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് പള്ളിക്കുള്ളിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് ആരാധിക്കുന്നതല്ലേ സുവിശേഷം? അതല്ലേ ഒരു സഭയുടെ ധർമ്മം? അതല്ലേ സഭ? അതല്ലാതെ ദേവാലയത്തിന് പുറത്ത് ഭിക്ഷയാചിക്കാനായിട്ട്, ഇരക്കാനായിട്ട് ചില മനുഷ്യരെ ഇങ്ങനെ നമുക്ക് വേണമെന്ന് കരുതിക്കൊണ്ട് ഇരിക്കുന്നത്, കൊണ്ടൊന്ന് ഇരുത്തുന്നത് എങ്ങനെ സഭയാകും? മഹാപരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹോദരന്റെ ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. ഒരു ഭടൻ മാത്രമായി, മേൽപ്പട്ടക്കാരനോ പട്ടക്കാരനൊന്നുമല്ല, ജസ്റ്റ് എ സോൾജർ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അനേകം വിജാതീയരെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പുണ്യപിതാവ്. ആ പിതാവിന്റെ നാമത്തിൽ ഈ ദൈവാലയം സ്ഥാപിക്കപ്പെട്ടിട്ട് 45 വർഷങ്ങളാകുന്നു. ആ പിതാവിന്റെ പെരുന്നാൾ ഈ ദേവാലയത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷങ്ങളാകുന്നുവെങ്കിൽ 45 വിജാതീയരെ എങ്കിലും ഈ പള്ളികൾ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിയുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സെമിനാരി പോകണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാം വിചാരം എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലുമൊക്കെ സെമിനാരിലേക്ക് ഒന്ന് പോവുക, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പട്ടവയ്ക്കുക, എന്നിട്ട് പറയാനുള്ള കാര്യം, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓസ്ട്രേലിയക്കോ ലണ്ടനിലേക്കോ കാനഡയിലേക്കോ എന്ന് പറയുക, പിറകെയും പോകുന്ന സെറ്റിലാകുക. ഇതാണ് സുവിശേഷം. ഇതാണ് സുവിശേഷം എന്നിരുന്നു. എന്റെ കൂടെ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് ഇവിടെ വന്നവർ കണ്ടിട്ടുണ്ടാകും. അബ്ബഹായിൽ അതിന്റെ അച്ഛനോടൊപ്പം ധൂം വിഷയം വെച്ച് ഒരു ഫിസിയോതെറാപ്പി ഡോക്ടറാണ്. അവന് വളർന്നു വരാൻ വളരെ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മിഷണറി ആകണം,
ഒരു സന്യാസിയാകണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. പല ഭദ്രാസനങ്ങളിലും ചോദിച്ചപ്പോൾ പറയാൻ നീ അച്ഛന്മാരെ എക്സസൈസ് പള്ളി കൊടുക്കുന്നത്. പള്ളി കൊടുക്കുന്നത് മാത്രമല്ല ഒരു പുരോഹിതന്റെ ധർമ്മം. കുർബാന എന്നത് മാത്രമല്ല ഒരു പുരോഹിതന്റെ ധർമ്മം. സുവിശേഷം പറയുവാനായി വിളിക്കപ്പെട്ട സന്യാസ സമൂഹത്തെ വാർത്തെടുത്ത് അവരിലൂടെ ഈ സമൂഹത്തിൽ സുവിശേഷം പറയുവാനായിട്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ സഭ സഭയാകും, തിരുസഭയാകും. സഭ തിരുസഭയാകും. ഭദ്രാസനങ്ങൾക്കൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് സറാമൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം ദൈവം വഴി തുറക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ദൈവാലയത്തിന് പുറത്തിരിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തുമ്പോൾ മാത്രമേ കർത്താവ് വരികയുള്ളൂ. നമുക്കെന്നാന്നറിയാമോ? പേടിയാ. കർത്താവ് വന്ന ഉറപ്പായിട്ടും അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ പേടിയാ. അങ്ങോട്ട് പോകാൻ ഏതായാലും വേണ്ട പുണ്യങ്ങളൊന്നും ചെയ്തു കൂട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ കർത്താവ് പയ്യെ വന്നാൽ മതി. കർത്താവ് പയ്യെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യണം? സുവിശേഷം പയ്യെ എത്തിയാൽ മതി. നമുക്കൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ എത്ര വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഞാൻ പ്രസംഗിക്കാൻ ധൈര്യമായിട്ടൊന്ന് പ്രസംഗിക്കും. കാരണം മലയാളികളാണ്. പുറ ജാതികൾക്ക് എന്നതിനേക്കാൾ കൂടുതൽ കഥയും പിന്നീട് അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ നമ്മുടെ ആളുകളല്ലേ, സാരമില്ല, പ്രസംഗിക്കാം. പള്ളിക്കുള്ളിൽ നിന്ന് പ്രസംഗിക്കാൻ വലിയ ധൈര്യമൊന്നും വേണ്ട പ്രിയരെ. പക്ഷെ വിജാതരുടെ ഇടയിൽ ഇറങ്ങി അൽമാര സിനിമയെ ചെയ്തതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് പറയാൻ അസാമാന്യമായ ധൈര്യം വേണം. അസാമാന്യമായ ധൈര്യം വേണം. ഞാൻ ഈയിടെ ഒരു മനുഷ്യനെ കണ്ടു. മറ്റാരുമല്ല, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ വലിയ മെത്രാപ്പൊലീത്ത എന്നൊക്കെ പേരിൽ അറിയുമ്പോൾ നമ്മളിങ്ങനെ കെ പി യോഹന്നാൻ ഞാൻ ഉൾപ്പെടെ പലരും അദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തെയും എല്ലാം പരിഹസിച്ചവരാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അദ്ദേഹത്തിന്റെ പൗരോഹിത്യം ശരിയായതോ കൈകൊണ്ട് ശരിയായതോ ഇല്ലെന്നുള്ളതൊക്കെ വേറെ അർത്ഥം. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക്, ആയിരങ്ങളെ പതിനായിരങ്ങളെ മിഷണറിമാരായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെന്താ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കർത്താവിന്റെ രാജ്യം വരണം. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നിന്റെ രാജ്യം വരണം. അർത്ഥം അറിഞ്ഞിട്ടാണ് ചൊല്ലുന്നതില്ലെന്ന് എനിക്കറിയാൻ വയ്യ. ദൈവരാജ്യം വരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ദൈവരാജ്യം മലയാളികൾക്ക് വേണ്ടി മാത്രമാക്കി പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന വേലകൾ സുവിശേഷ വേലകൾ ആവുകയില്ല പ്രിയരെ, ആവുകയില്ല. ഓർത്തഡോക്സ് സഭയിൽ വന്നാലേ രക്ഷയുള്ളൂ നമ്മൾ പറയുന്നു, നല്ല കാര്യം. ഈ ആരാധന പോലെ മനോഹരമായ മറ്റൊരു ആരാധന ഇല്ലെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ആരാധന എന്തേ മറ്റുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പഠിക്കുന്നത്? പത്രോസും യോഹന്നാനും ഒരുമിച്ച് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ശ്ലീഹന്മാർ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, അവർ പഠിപ്പിച്ച വിശ്വാസമാണ് ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാനം എന്ന് ഇന്നും ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ആ വിശ്വാസം പ്രജാതികളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നു? മലയാങ്കരയ്ക്ക് പുറത്ത് ജനമുണ്ട് പ്രിയരെ. എനിക്ക് തന്ന സമയം തീരാറായി. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. പറഞ്ഞു വന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവര് രണ്ടുപേരും കൂടി ഈ സാധാരണ മനുഷ്യനോട്, ഈ മുടന്തിനോട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കാം. അവർ നോക്കിയപ്പോൾ ആ മുടന്തൻ നോക്കിയപ്പോൾ എഴുന്നേറ്റു. നമ്മെ നോക്കിയിട്ട് മുടന്തുള്ള മനുഷ്യർ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? വീണുപോയ ചില മനുഷ്യരുണ്ട് ജീവിതത്തിൽ. എത്രയോ ചെറുപ്പക്കാരായ പിള്ളേർ പള്ളിയില്ല. ഞായറാഴ്ച കുർബാന സമയത്ത് നോക്കിക്കോ, അവർ പക്ഷെ ഇന്ന് സുവിശേഷം കേൾക്കാൻ കാണത്തില്ല. കാരണം ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പള്ളികളിൽ ആളുകൾ കുറഞ്ഞു പോകുന്നു. എന്തുകൊണ്ട്? എന്താണ് അതിന് കാരണം? നമ്മുടെ ഒരു തലമുറയ്ക്ക് ദൈവത്തെ വേണ്ടതുപോലെ കൈമാറി കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ? ശീമോനെയും യോഹന്നാനെയും നോക്കിയ ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്നു.
ഇന്നൊരു ജനതയ്ക്ക് എന്നെ പോലെയുള്ള ആളുകളെ നോക്കിയിട്ട്, എന്നെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സെൻസിൽ പറയുന്നില്ല, സിംഗുലർ സെൻസിൽ പറയുന്നില്ല, എന്നെ നോക്കിയിട്ട് ഒരു ജനതയ്ക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എന്റെ കുറവാണ്. അത് എന്റെ കുറവാണ്. എനിക്ക് മാറ്റമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും, CM ഫിലിപ്പോസ് അച്ഛന് ഒരു മാറ്റം ഉണ്ടാകട്ടെ. CM ഫിലിപ്പോസ് അച്ഛൻ വിജാതികളിലേക്ക് സുവിശേഷം എത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിലൂടെ ആയിരങ്ങൾ മുടന്തരായി നിൽക്കുന്ന മനുഷ്യർ, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകളെ സ്വന്തം കാലിൽ നിന്ന് ദൈവാലയത്തിലേക്ക് വരുവാനായിട്ട് പ്രേരിപ്പിക്കുവാൻ CM ഫിലിപ്പോസ് അച്ഛൻ എന്നുള്ള വ്യക്തിക്ക് കഴിയട്ടെ. ഞാൻ പറഞ്ഞത് പ്ലൂറൽ സെൻസിൽ പറഞ്ഞാൽ പ്രശ്നമാകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ സിംഗുലർ സെൻസിൽ പറയുന്നത്. എന്നെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ശിവൻ പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്ക് യേശുക്രിസ്തുവിനെ തരാം. Can we give Jesus Christ to the Gentiles? വിജാതിയർക്ക് യേശുക്രിസ്തുവിനെ കൊടുക്കാൻ കഴിയുമോ? നാളെയും മറ്റന്നാളും ഈ ദേശത്തുകൂടി നമ്മളൊരു റാസ് നടത്തണം. റാസ് നടത്തുന്നത് നമ്മുടെ ശക്തി പ്രകടനത്തിന് വേണ്ടിയിട്ടല്ല, യേശുക്രിസ്തുവിനെയും ഈ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാണ്. യേശുക്രിസ്തുവിനെ ഈ ജനതയ്ക്ക് അവർ നോക്കുമ്പോൾ കുറെ എണ്ണം എഴുതി പിടിച്ചോണ്ട് പോകുന്നു. വേറെ ചിലത് വെയിലേക്കാതിരിക്കാൻ ഞായറാഴ്ചത്തെ കാര്യമാണ്, നാളെ വൈകിട്ടത്തെ കാര്യമില്ല. ഞായറാഴ്ച രാവിലെ വെയിലടിക്കുമ്പോൾ നമ്മളൊക്കെ കുടയെടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഈ കുടയെടുക്കുന്നത് എന്തെങ്കിലും പ്രാർത്ഥന കൊണ്ടല്ല, വെയിലത്ത് പോകുമ്പോൾ തലയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുടയെടുക്കുന്നത് കുറെ മനുഷ്യരുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇനി കൊടി എടുത്താലും ചിലർ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോണം. ഒരു കയ്യിൽ കമ്പ് കാണും, ഒരു കയ്യിൽ കൊടി ഇങ്ങനെ വെച്ച് പയ്യെ ഇങ്ങനെ തല കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പോകും. ഈ ജനതയുടെ മുമ്പിൽ എന്ത് സാക്ഷ്യമാണ് ഈ ക്രിസ്തുകളുടെ മക്കളായി നമുക്ക് കൊടുക്കാൻ കഴിയുക? നിങ്ങളുടെ മക്കളെയെല്ലാം നിങ്ങൾ വളർത്തുന്നു, നിങ്ങളുടെ മക്കളെയെല്ലാം നിങ്ങൾ IT എഞ്ചിനീയറിംഗും എല്ലാം പഠിപ്പിക്കുന്നു. 45 വർഷമായി ഈ പള്ളിയിൽ നിന്ന് എത്ര ദൈവവിളികൾ വന്നിട്ടുണ്ട്? 45 വർഷമായി ഈ പള്ളിയിൽ നിന്ന് എത്ര മിഷണറിമാർ ഉണ്ടായിട്ടുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കണം. ഈ പെരുന്നാൾ ദിനങ്ങളിൽ സഹതായെ പോലെ സാക്ഷ്യമുള്ള മക്കൾ ഈ തലമുറയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ശീമോനെയും യോഹന്നാനെയും കണ്ട ഉടൻ തന്നെ എഴുന്നേറ്റു, ദൈവത്തെ ആരാധിച്ചു. സഹതായെ കണ്ട ആളുകൾ ദൈവത്തെ ആരാധിക്കുവാനായി എഴുന്നേറ്റു. അതുപോലെ നമ്മെ കാണുന്നവർ ദൈവത്തെ ആരാധിക്കുന്ന നല്ല കാലം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. സുവിശേഷം എല്ലാ ജനതയിലേക്കും എത്തട്ടെ. ഈ രണ്ടുപേർ ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ചതിലൂടെ അനേകായിരങ്ങൾ യെരൂശലേമിൽ മാനസാന്തരപ്പെട്ടു എന്ന് 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ കാണാനായിട്ട് കഴിയും. ഒരുവനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ അനേകം മാനസാന്തരപ്പെട്ടു. നമ്മുടെ ഒരാളുടെ സൗഖ്യം, ഒരാളുടെ മാനസാന്തരം മറ്റുള്ളവർക്ക് മാനസാന്തരത്തിന് വകയാകട്ടെ. തലകളെ വണങ്ങാം. കേട്ട വചനങ്ങളൊന്ന് ധ്യാനിച്ചിട്ട് അവസാനിപ്പിക്കാം. ശാന്തമായി കേട്ട വചനങ്ങളെ ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ, ഓടി നടന്ന് നമ്മൾ കഷ്ടപ്പെട്ടത് എല്ലാം ഈ നിമിഷം ഒന്ന് മാറ്റിവെച്ചിട്ട് ശാന്തമായി കേട്ട വചനങ്ങളെ മാത്രം ധ്യാനിച്ചു നോക്കാം. പത്രോസും യോഹന്നാനും വ്യത്യസ്തതകളേറെ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ അവർ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നപ്പോൾ, ആരാധനയോട് ചേർന്ന് നിന്നപ്പോൾ ഒരേ മനസ്സോടുകൂടെ ഒരുമിച്ച് നടന്നു. അവരുടെ ഐക്യവും സ്നേഹവും ദേവാലയത്തിന് പുറത്തിരുന്ന ഒരു മനുഷ്യൻ, സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയില്ലാത്തൊരുത്തനെ എഴുന്നേൽക്കാൻ ബലം കൊടുത്തു. അവരോട് പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഒന്ന് നോക്കാൻ. മുടന്തൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ ഉള്ളിൽ അവർ സ്വീകരിച്ച കുർബാനയുടെ, അവർ സ്വീകരിച്ച കർത്താവിൻ്റെ ആത്മാവ് അവർ അവനിലേക്ക് പകർന്നു കൊടുത്തു. നാളുകളായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ, നാളുകളായി ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ദൈവസ്നേഹത്തെ, അവൻ്റെ സൗഖ്യത്തെ പകർന്നു കൊടുക്കാനായിട്ട് കഴിയുമോ? മുടന്തൻ അവനെ എടുത്തുകൊണ്ടുവന്ന് ചില മനുഷ്യർ ദേവാലയത്തിന് പുറത്തിരുത്തി.
കുട്ടിമേലിരിക്കുന്നവനെ ഒരു സമൂഹത്തിന് ആവശ്യമുണ്ട്, നേതാക്കന്മാർക്ക് ആവശ്യമുണ്ട്. കാരണം അവരുടെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കാലിന് ബലമില്ലാത്ത, നട്ടെല്ല് വളഞ്ഞുപോയ, മുട്ട് വളഞ്ഞുപോയ ചില മനുഷ്യരെ അവർക്ക് വേണം. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മുടെ നടുവാരുടെ മുമ്പിൽ വളഞ്ഞു കൊടുക്കുക, ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ. നമ്മുടെ മുട്ട് മറ്റാരുടെ മുമ്പാകെ മടങ്ങുക, ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ. ഈ ലോകത്തിൽ പലതും നേടാൻ പലരുടെ മുമ്പിൽ മുട്ടുമടക്കിയവരാണോ നമ്മൾ? സഹദായുടെ മക്കൾ ഇന്ന് അഭിമാനത്തോടെ പറയണം, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഞങ്ങൾ മുട്ടിന്മേൽ എഴുന്നേറ്റ് നിൽക്കും, കാലൂന്നി നിൽക്കും, ഞങ്ങൾ ബലത്തോടുകൂടി നിൽക്കും. ആ ബലം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി എഴുന്നേൽപ്പിക്കാനുള്ള ബലമായിരിക്കും. അവരെ സൗഖ്യപ്പെടുത്തിയിട്ട് ഇവർ 3 പേരും ഒരുമിച്ച് ദൈവാലയത്തിനുള്ളിൽ പോയി ആരാധിച്ചു. ഞങ്ങളെ നോക്കെന്ന് പറഞ്ഞവർ അവരെ കൂട്ടി ദൈവത്തെ നോക്കാൻ അവരെ വിളിച്ചു കൊണ്ടുപോയി. നമ്മുടെ ലക്ഷ്യം മുഴുവൻ ദൈവത്തെ നോക്കുക എന്നതാണ്. ഉദ്ഘാടനത്തിൽ നമ്മൾ കേട്ടു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. അതുകൊണ്ട് അവങ്കിലേക്ക് നോക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രേരിപ്പിക്കാം. നമ്മൾ ആദ്യം കേട്ടു, വചനം വ്യാഖ്യാനിച്ചത് ഒരുവനില്ല, ഞാൻ എങ്ങനെ അത് മനസ്സിലാക്കും? ഈ ലോകത്തിൽ അനേകം ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ വചനം മനസ്സിലാക്കുവാൻ കഴിയാതെ ദേവാലയത്തിന് പുറത്തുണ്ട്. അവരിലേക്ക് യേശുക്രിസ്തു എന്ന സുവിശേഷത്തെ ഭയം കൂടാതെ, ലജ്ജ കൂടാതെ കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടത്, ഈ സഭയ്ക്ക് കഴിയേണ്ടത്, ഈ സഭ സാക്ഷ്യമുള്ള ഒരു സഭയായി അൽബാറിസ് മാർ യൂലിയോസിന്റെ, പരിമലമോ ഗ്രീഗോറിയോസിന്റെ പോലെ ആത്മതീഷ്ണതയുള്ള പിതാക്കന്മാർ ഇനി ഈ സഭയിൽ ഉണ്ടാകണമേ എന്ന്, ഇനിയെങ്കിലും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അൽബാറിസ് മാർ യൂലിയോസ് പിതാവിനെ പോലെയുള്ള തീഷ്ണതയുള്ള പിതാക്കന്മാരിലൂടെ, സുവിശേഷകരിലൂടെ ദൈവത്തിൻ്റെ രാജ്യം വളരുവാൻ, സുവിശേഷം ഘോഷിക്കപ്പെടുവാൻ, വചനം വ്യാഖ്യാനിക്കപ്പെടുവാൻ, അനേകം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ, സന്യാസ വിളികളുമൊക്കെ ഉണ്ടാകുക, സുവിശേഷത്തിന് തീക്ഷ്ണതയുള്ള കുഞ്ഞുങ്ങൾ ധാരാളമായി സഭയിൽ ഇടവകയിൽ ഉണ്ടാകുക. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇടവകയെ നയിക്കുന്ന പിതാക്കന്മാർ, അതേ വൈദികനെ, എൻ്റെ കുടുംബത്തിൽ അവയെ നയിച്ച് ഇരുന്നാൾ വരെ നയിച്ച വൈദികൻ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന വൈദികരെ, ഈ ജനത്തെ, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നാളെയും മറ്റന്നാളുമായി നടത്തുവാനിരിക്കുന്ന പെരുന്നാളിൻ്റെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ നിന്ന് മൺമറഞ്ഞു പോയ സകലരെയും ഈ നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വാങ്ങിപ്പോയ ആത്മാക്കളിൽ കരുണ എന്ന് പ്രാർത്ഥിക്കാം. ഉത്തരവിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി. നിങ്ങളിലേക്ക് നോക്കി പ്രകാശിതരാകുക. യോഹന്നാനും ശിമോനും ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങളുടെ കാലുകൾ ഊന്നി എഴുന്നേൽക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി ധൈര്യത്തോടുകൂടെ നിൽക്കുവാൻ. സ്നാപക യോഹന്നാനെ പോലെ, ഗീവറീസ് സഹദായെ പോലെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായെ പോലെ, അൽബാറിസ് മാർ യൂലിയോസിനെ പോലെ ഞങ്ങളുടെ മക്കൾ സുവിശേഷത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ളവരായി തീരുവാൻ ഈ ഇടവകയെ, ഈ സഭയെ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ളവരെ, ക്ഷമയോടെ കേട്ടവരുടെ സ്നേഹത്തിന് നന്ദി. അവസരം തന്ന പ്രിയപ്പെട്ട അച്ഛനോടും മാനേജ് കമ്മിറ്റിയോടും എല്ലാവരോടും മറ്റു വാക്കുകൾ സ്നേഹവും നന്ദിയും വാക്കുകൾ സ്വീകരിക്കുന്നു.